ഹലോ ഗായ്സ്, ഹോപ്പ് യു ആൾ ആർ ഫൈൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സംഭവം ഞാൻ ഷോർട്ടിൻ്റെ അടുത്ത് വെച്ചാണെങ്കിലും ക്ലിപ്സ് കുറേ ഉണ്ടായതുകൊണ്ട് നമുക്ക് ലോങ് ആക്കി പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. സോ നമ്മൾ ഇന്നൊന്ന് തമിഴ്നാട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു നൈറ്റ് 1:00 ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ചായയും ഗ്ലാസും ജഗ്ഗും ഫ്ലാസ്കും ഒക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നൈറ്റ് ആയതുകൊണ്ട് കാക്കുവിന് ഡ്രൈവിംഗ് ഒക്കെ ഉറക്കം വരുന്നൊക്കെ പറഞ്ഞിട്ട് ചായയൊക്കെ ചൂടോടെ ഫ്ലാസ്കിലൊക്കെ ആക്കി പോയതേനു. അപ്പം നമ്മൾ പിന്നെ ഏകദേശം തമിഴ്നാടൊക്കെ എത്താം, ഒരു കോയമ്പത്തൂർ അവിടെ ഇവിടെയൊക്കെ എത്തിയപ്പോൾ നമ്മൾ കാറൊക്കെ സൈഡാക്കി കുറച്ച് നേരം ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചായ കുടിച്ച് എല്ലാവരും ഉറങ്ങി. കാക്കും ആൻറ്റിയും എൻ്റെ കസിനും ഉമ്മയും എൻ്റെ സിസ്റ്ററൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു. കാക്കു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാനും കസിനും മാത്രമേ ഉണർന്നിരിക്കണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെ ഓരോന്നും പറഞ്ഞു, റീൽസും തോണ്ടി നേരം വെളുത്തിട്ടാണ് കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം ഇവിടെ നല്ല സൈഡായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ തമിഴ്നാട് പോയത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കോളേജ് നോക്കാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടും കോളേജും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ ലൊക്കേഷൻ എത്തിയപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫുഡൊക്കെ വെച്ച് ഫ്രഷ് ആയിട്ട് കോളേജിൽ കാണാൻ പോകാമെന്നുള്ള ഇതിലായി. അപ്പോൾ പിന്നെ നമ്മളവിടെ അടുത്ത് ഏതോ റെസ്റ്റോറൻറ്റ്, ഒരു ശ്രീ ശരവണ ഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഞാൻ പൂരിയും വടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് നല്ല നൈസ് ഫുഡ്. നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു തമിഴ്നാട് പോകുമ്പോൾ നമുക്ക് ഫുഡൊന്നും സെറ്റ് ആവില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ ഫുഡ് നൈസ് ചെയ്യുന്നു കേട്ടോ. ഫുഡൊക്കെ കൊണ്ടുവെക്കുന്നതിന് മുമ്പ് ഓരോ ദൈവങ്ങളെ സ്തുതിക്കണീന് ഇതായിട്ടാണ് തോന്നുന്നു. ആകെ പുകച്ചിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ ഫുള്ള് കത്തിയ പോലെ ആകെ ഫുൾ പുകയായിരുന്നു. അതിൻ്റെ റിയാക്ഷനാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. എല്ലാവരും മുഖത്തും എല്ലാവരും ഷോളും കൊണ്ട് മുഖം വായൊക്കെ പൊത്തി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗോലി സോഡ കണ്ടിട്ട് എല്ലാവർക്കും പുതിയിട്ട് ഒരു ഗോലി സോഡ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിക്കണ ഒരു ഇതാണ് കാണുന്നത്. എങ്ങനെ എല്ലാവർക്കും പൊട്ടിക്കാൻ വയ്ക്കില്ല. കുറേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഉമ്മച്ചി ട്രൈ ചെയ്ത് നോക്കി, ലാസ്റ്റ് കാക്കുവിനെ വേണ്ടി ഒന്ന് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ പൊട്ടിച്ച് എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ വെറും വലിയ ഗോലി സോഡ എന്തൊക്കെയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഗോലി സോഡൻ്റെ ശരിക്കുള്ള റിയാക്ഷനുകൾ ഇപ്പോൾ കണ്ടില്ലേ. വീഡിയോയിൽ നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറ ഇങ്ങോട്ടാണ് കൊണ്ടുപോയപ്പോൾ റിയൽ എക്സ്പ്രഷൻ അങ്ങോട്ട് പുറത്ത് വന്ന്. അങ്ങനെ പിന്നെ അതൊന്ന് വാങ്ങിയത് നന്നായി എന്ന് എല്ലാവരും വിചാരിച്ചു. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ നേരത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. നല്ല സൺറൈസിൻ്റെ നേരായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സൺറൈസൊക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുറേ പട്ടിഷോ കുറേ സ്നാപ്സൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാറിലിരുന്ന മേക്കപ്പും ബാക്കി ചെയ്ത് കോളേജിൻ്റെ അടുത്ത് ഗേറ്റിങ് എത്തിയപ്പോൾ ഞാൻ ഐലൈനർ ഇടിയിരുന്നു. അപ്പോൾ ടെൻഷനുണ്ട്, കൈ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ, വിങ്സൊക്കെ രണ്ട് വൈക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കോളേജിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഓഫീസ് തുറക്കണ കുറേ കഴിഞ്ഞിട്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ ഓഫീസൊക്കെ തുറന്നപ്പോൾ നമ്മൾ കോളേജൊക്കെ ചുറ്റിക്കണ്ട് വന്നു. അങ്ങനെ പിന്നെ കോളേജ് വിസിറ്റിലേക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോന്നപ്പോൾ ഉമ്മച്ചിയാണ് കുറച്ച് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ നൊങ്കോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തുനിന്ന്. പിന്നെ നമ്മൾ അവിടെ അടുത്ത് വടക്കശ്ശേരി മന ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട് പറഞ്ഞിട്ട് ഏതായാലും ഇവിടെ വരെ വന്നാലേ വെച്ചിട്ട് അവിടെ പോയി. ഞങ്ങൾക്ക് ആർക്കും സത്യം പറഞ്ഞാൽ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല പോകാൻ. ആകെ ടയർഡായിരിക്കുന്നു ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ടും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അവിടെ പോയിട്ട് അവിടെ നല്ല തണുപ്പ്. അപ്പോൾ അവിടെ കിടന്നു കുറച്ച് നേരം. പിന്നെ അവിടുന്ന് ഇവരെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നടത്താനായപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു ഉന്മേഷം വന്നത്. ഈവനിങ് ഒരു 3-3:30 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. അപ്പോൾ തന്നെ എല്ലാവരും നല്ല ടയർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റ് കയറിയതേ ഓർമ്മയുള്ളൂ. ഓരോരുത്തരും ഓരോന്നും ഓർഡർ ചെയ്യുന്നു. ഞാനും ആൻറ്റിയൊക്കെ പ്രോൺസ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നൂഡിൽസ് എല്ലാവർക്കും ഇവിടെ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ ബൈ.